ഇന്നത്തെ വീഡിയോ കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് ട്ടോ. ഈ കാര്യങ്ങൾ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം നീങ്ങും, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, നമ്മുടെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകും. പല വഴികളിലൂടെയും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പണം അള്ളാഹു എത്തിച്ചു തരും, അല്ലെങ്കിൽ ഭക്ഷണമായി എത്തിച്ചു തരും, അല്ലെങ്കിൽ അതിനു വേണ്ട സഹായം അള്ളാഹു നമുക്ക് നൽകും. നമ്മുടെ മനസ്സമാധാനത്തോടെയുള്ള ജീവിതത്തിനും ഹൈറായ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാനും പണം അത്യാവശ്യമാണ്. കടമില്ലാത്തൊരു ജീവിതം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. സാമ്പത്തിക നേട്ടത്തിനുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനകൾക്ക് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടൂ. അതിൽ ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയോടൊപ്പം നമ്മൾ അധ്വാനിക്കുകയും വേണം, അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന പണം കൊണ്ടുള്ള ഉദ്ദേശം നല്ലതായിരിക്കണം. ആ പണം തെറ്റായ ഒരു കാര്യത്തിനോ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിനോ ഉള്ളതാവരുത്. മൂന്നാമത്തെ കാര്യം, ഫർള് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരാവണം. ജോലിക്ക് പോകുന്നവർ തീർച്ചയായും സുബ്ഹി നിസ്കരിച്ചിരിക്കണം. നാലാമത്തെ കാര്യം, മാതാപിതാക്കളെ ഒരിക്കലും ഒന്നിനും വിഷമിപ്പിക്കരുത്, അവരുടെ പൊരുത്തം എപ്പോഴും വേണം. അഞ്ചാമത്തെ കാര്യം, നമുക്കുള്ളതിൽ നിന്ന് എപ്പോഴും സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുക. സ്വതക്ക ചെയ്യുന്നോറും നമ്മുടെ സമ്പത്ത് ഇരട്ടിയായിക്കൊണ്ടിരിക്കും. പലിശ വാങ്ങുന്നതിൽ നിന്നും കൊടുക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക. ഇനി ലാസ്റ്റ്, തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ സമ്പത്ത് ഉയർന്നുകൊണ്ടേയിരിക്കും. നബി തങ്ങൾ സമ്പന്നതയുടെ സൂറത്ത് എന്ന് വിശേഷിപ്പിച്ച വാക്കിയ സൂറത്ത് ദിവസവും ഒരു വട്ടം പതിവാക്കുക. നബി തങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ സാമ്പത്തികമായി വളരെ വിഷമത്തിലാണ്, അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ നബിയെ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്നും പ്രഭാതത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിഹി, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു, സുബ്ഹാനല്ലാഹിൽ അലീം, മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് എനിക്ക് നീ പുറത്തു തരണമേ. 100 തവണ ചൊല്ലുന്നത് പതിവാക്കിയാൽ പണം നിന്റെ കാൽക്കൽ വന്നു ചേരും. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മടങ്ങിയെത്തി നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചൊല്ലി, ഇപ്പോൾ സമ്പത്ത് എനിക്ക് നേരെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന മനസ്സറിഞ്ഞ് അർത്ഥറിഞ്ഞ് സുബഹിക്ക് മുമ്പോ ശേഷമോ 100 വട്ടം ചൊല്ലുന്നത് പതിവാക്കിയാൽ തീർച്ചയായും അള്ളാഹു അതിനുള്ള ഉത്തരം നൽകും. അള്ളാഹുവിന്റെ റസൂൽ പണത്തിന്റെ മേൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥന ഏറ്റവും